ഏക്കർ കണക്കിന് സ്ഥലവും യന്ത്ര സാമഗ്രികളും ജോലിക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. കൃഷി ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ ഒക്കെയായി നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇതിനുള്ള ചൂണ്ടുപലകയായ നാട്ടുപച്ചയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അക്വാപോണിക്സ്, കൃഷിയോട് താല്പര്യമുള്ള എല്ലാവരും ഒരുപക്ഷെ കേട്ടിരിക്കാം ഈ വാക്ക്. എന്താണ് അക്വാപോണിക്സ്? ഇതെങ്ങനെ ചെയ്യാം? എവിടെ ചെയ്യാം? ഈ രീതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? ഈ രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള കർഷകരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവാം. ഇതിനുള്ള ഉത്തരങ്ങൾ കാണാം നാട്ടുപച്ച. ഇന്ന് കേരളത്തിൽ അതിവേഗം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കൃഷിരീതിയാണ് അക്വാപോണിക്സ്. മത്സ്യങ്ങളും പച്ചക്കറിയുമാണ് ഈ സംവിധാനത്തിലൂടെ കൃഷി ചെയ്യുന്നത്. പച്ചക്കറി ചെടികളെ അതിവേഗം വളർത്തി ഗുണമേന്മയുള്ള വിളവ് ലഭിക്കാൻ മത്സ്യങ്ങൾ നിർണായക പങ്കുവഹിക്കുന്ന കൃഷിയാണിത്. മത്സ്യങ്ങൾക്ക് നൽകുന്ന ഭക്ഷണവും മത്സ്യങ്ങൾ പുറന്തള്ളുന്ന വിസർജ്യങ്ങളുമാണ് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായ മൂലകങ്ങൾ നൽകുന്നത്. മത്സ്യങ്ങൾ വളരുന്ന ടാങ്കിലെ ജലം ടാങ്കിനോട് ചേർന്നുള്ള ഗ്രോ ബെഡിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ടാങ്കിലെ വെള്ളത്തിൽ കലർന്നു കിടക്കുന്ന വിസർജ്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിലൂടെയാണ് ചെടികളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ നിരന്തരം എത്തുന്ന വെള്ളവും വളവുമാണ് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നത്. അക്വാപോണിക്സ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ നമ്മൾ ചെടികൾ മണ്ണിൽ വളർത്തുന്നതിന് പകരം മണ്ണില്ലാത്ത മാധ്യമത്തിലേക്ക് മാറ്റി നടന്നു അതിന് വേണ്ടി ആ ചെടികൾക്ക് വേണ്ടിയ മൂലകങ്ങളെല്ലാം വേറെ രീതിയിൽ വേറെ ഒരു മാധ്യമത്തിലൂടെ നമ്മൾ ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് അക്വാപോണിക്സിൽ ഈ സോയിൽലെസ് കൾച്ചർ എന്ന് പറയും, അതായത് മണ്ണില്ലാത്ത ഒരു കൃഷി രീതി. അതിൽ 3 തരമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അക്വാപോണിക്സ് എന്ന് പറയുന്ന രീതി, മറ്റൊന്ന് ഹൈഡ്രോപോണിക്സ് ഉണ്ട്, വേറൊന്ന് എയറോപോണിക്സ് ഉണ്ട്. അക്വാകൾച്ചറും ഹൈഡ്രോപോണിക്സും കൂടിച്ചേർന്ന സിസ്റ്റമാണ് അക്വാപോണിക്സ്. ഇവിടെ ചെടികൾ മണ്ണിന് പകരം ഗ്രാവൽ പ്രതലത്തിലാണ് വളരുന്നത്. ഗ്രാവൽ ഉപയോഗിക്കുന്ന ഗ്രോബെഡിൽ മണ്ണ് വരാത്തതുകൊണ്ട് ഗ്രോബെഡിൽ വളരുന്ന ചെടികളുടെ വേരുകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ അടഞ്ഞുപോകില്ല. തന്മൂലം ചെടികൾക്ക് വളവും വെള്ളവും വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെയാണ് ചെടികളുടെ വളർച്ച പെട്ടെന്ന് സംഭവിക്കുന്നത്. അക്വാപോണിക്സ് സംവിധാനം ഒരുക്കാൻ പ്രധാനമായും 2 ഭാഗങ്ങളാണ് വേണ്ടത്. ഒന്ന് മത്സ്യങ്ങളെ വളർത്താനുള്ള ടാങ്കും രണ്ടാമത് പച്ചക്കറികൾ നടുവാനുള്ള ഗ്രോബെഡും. ഇതിനുവേണ്ടി സിമന്റിന്റെയോ ഗ്ലാസിന്റെയോ ഫൈബറിന്റെയോ ടാങ്കുകളോ ഡ്രമ്മുകളോ ക്യാനുകളോ എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം. അനുഭവങ്ങളിലൂടെ ഒരു കർഷകൻ തന്റെ കൃഷിരീതികളെപ്പറ്റി വിശദീകരിക്കുമ്പോൾ അതിന് ആധികാരികത എപ്പോഴും കൂടുതലാണ്. മുളന്തുരുത്തിയിലുള്ള തമ്പി മാത്യൂസ് എന്ന അക്വാപോണിക്സ് കർഷകൻ തന്റെ കൃഷിയിടത്തിൽ ഈ സംവിധാനം എങ്ങനെ പ്രായോഗികമായി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കുണ്ട്. അതിനെയാണ് നമ്മൾ മീൻ വളർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ 1000 ലിറ്റർ ടാങ്കിൻ്റെ ഉള്ളിൽ ഈ സിസ്റ്റം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 40 കിലോ വരെ മത്സ്യത്തിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. മത്സ്യത്തിൻ്റെ എക്സ്ക്രീഷൻ ധാരാളമായിട്ട് ഉണ്ടാവും. അത് നിന്ന് ഫോം ചെയ്യുന്ന അമോണിയ മത്സ്യത്തിന് ഡെഡ്ലി പോയ്സണസ് ആയിട്ട് മാറുകയും മത്സ്യങ്ങൾ ചത്തുപോവുകയും ചെയ്യും. അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ടാങ്കിൻ്റെ ഏറ്റവും അടിഭാഗത്തുനിന്ന് ഒരു പൈപ്പ് കൊടുത്തിട്ട് ആ എക്സ്ക്രീഷൻ മുഴുവനും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്യത്തക്ക ഒരു സംവിധാനം
അത് റിമൂവ് ചെയ്യുന്ന ആ എക്സ്ക്രീഷൻ നമ്മളുടെ ഗ്രോ ബെഡ് എന്ന് പറയുന്ന ഈ ടാങ്കുകളിൽ വരികയും ഇതിൽ നിറച്ചിരിക്കുന്ന മെറ്റലിൽ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന നൈട്രോബാക്ടർ, നൈട്രോസോമാണസ് എന്നീ ബാക്ടീരിയകൾ ഈ അമോണിയയെ ആദ്യം നൈട്രൈറ്റായിട്ടും പിന്നീട് നൈട്രേറ്റായിട്ടും മാറ്റുകയും അവ സസ്യങ്ങൾക്ക് വലിച്ചെടുത്ത് വളരാൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ സിസ്റ്റമാണ് ഈ ഗ്രോബഡിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് ഇതിൽ വീഴുന്ന വെള്ളം ഈ ഗ്രോബഡ് നിറഞ്ഞ് വന്ന അവസ്ഥയിൽ ഒരു സൈഫൺ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയും എംറ്റി ചെയ്യുകയും ചെയ്യും. വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അക്വാപോണിക് സംവിധാനത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഗ്രോ ബെഡിന് നടുവിലായി സ്ഥാപിച്ചിരിക്കുന്ന ബെൽ സൈഫണാണ്. ഈ സംവിധാനമാണ് ടാങ്കിലെ ജലത്തെ ചാക്രീകരണം എന്ന പ്രക്രിയ വഴി ശുദ്ധീകരിക്കുന്നത്. ഈ സൈഫൺ സംവിധാനത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യയിൽ ആദ്യമായി അക്വാപോണിക് സംവിധാനം സ്വന്തമായി നിർമ്മിച്ച കിഴക്കമ്പലം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥനായ സജിത്ത്. അക്വാപോണിക് സിസ്റ്റത്തിൻ്റെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത് ബെൽ സൈഫൺ ആണെന്ന് പറഞ്ഞു. ബെൽ സൈഫണിന് 3 കമ്പോണൻ്റ് ആണ് ഉള്ളത്. ഏറ്റവും പ്രതലത്തിലായിട്ട് ഒരു 4 ഇഞ്ച് PVC പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊരു അരിപ്പയായിട്ട്, ഒരു സീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ ഈ ഗ്രാവൽ ബെഡ് ഇട്ടിരിക്കുന്നത്. ഈ 4 ഇഞ്ച് PVC പൈപ്പിൻ്റെ നടുവിലായിട്ട് ഒരു 3/4 ഇഞ്ച് PVC പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ 3/4 ഇഞ്ച് PVC പൈപ്പിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രാവൽ ബെഡിൻ്റെ ഏകദേശം ഒരു 2 ഇഞ്ച് താഴെ നിൽക്കത്തക്ക രീതിയിലാണ് ആ 3/4 ഇഞ്ച് PVC പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ 3/4 ഇഞ്ച് PVC പൈപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് അതിൻ്റെ ഒരു എൻഡ് ക്യാപ്പ് വെച്ച് അടച്ചേക്കുവാണ്. കൂടാതെ അതിൻ്റെ താഴെ ഇവിടെ ഒരു ഹോള് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെള്ളം ഈ ഗ്രാവൽ ബെഡിൽ വെള്ളം പൊങ്ങി വരുമ്പോൾ ഇവിടെ ഒരു എയറിൻ്റെ ഒരു പ്രഷർ അഥവാ ഒരു മർദ്ദം ഇവിടെ ഉണ്ടാവും. എയറിന് തള്ളിപ്പോവാൻ ആകെ ഒരു മാർഗം എന്ന് പറയുന്നത് അതിന് ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള 3/4 ഇഞ്ച് PVC പൈപ്പാണ്. ഈ 3/4 ഇഞ്ച് PVC പൈപ്പിലൂടെ മാത്രമേ വെള്ളം പുറത്തേക്ക് തള്ളിപ്പോവുകയുള്ളൂ. അപ്പോൾ ഈ എയർ പോകുന്നതിനോടൊപ്പം തന്നെ വെള്ളവും പോകുന്നു. അപ്പോൾ ഇതിന് നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒരു അക്വേറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് വെച്ച് വെള്ളം വലിച്ച് പുറത്ത് കളയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന് സൈഫൺ ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ സൈഫൺ സിസ്റ്റം തന്നെയാണ് ഈ ഒരു ബെൽ സൈഫൺ രീതിയിൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബെൽ സൈഫണിൻ്റെ പ്രവർത്തനം മൂലമാണ് അക്വാപോണിക് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. രാസവളങ്ങളും കീടനാശിനികളും മാലിന്യങ്ങളും നിറഞ്ഞ പച്ചക്കറികൾക്ക് പകരം സമ്പൂർണ്ണ ജൈവ പച്ചക്കറികളാണ് അക്വാപോണിക് സംവിധാനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. യാതൊരു വിധത്തിലുള്ള രാസവളങ്ങളോ കീടനാശിനികളോ ഈ സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സംവിധാനമായതുകൊണ്ട് മീനുകളുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നതുതന്നെ. അക്വാപോണിക്സ് കൃഷിയുടെ വിശദാംശങ്ങൾ ഇനിയുമുണ്ട്. കാത്തിരിക്കുക ഒരിടവേളയ്ക്ക് ശേഷം. അക്വാപോണിക്സിൽ എന്തൊക്കെ കൃഷി ചെയ്യാം, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് വിശദമാക്കുന്നു ഇടുക്കി കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ബിനു ജോൺ സാം. അക്വാപോണിക്സിൻ്റെ പ്രധാന ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ചെറിയൊരു വീട്ടിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ പോലും ഈ ഒരു ചെറിയ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള വിവിധയിനം പച്ചക്കറികൾ, ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറികൾ നമുക്ക് ഈ അക്വാപോണിക്സ് വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ, മറ്റ് കീടനാശിനികളൊന്നും അടിക്കാത്ത ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ, അതോടൊപ്പം തന്നെ വളർത്തുന്ന മീൻ, ഓർണമെൻ്റൽ ഫിഷ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഭക്ഷിക്കാനുള്ള മീനാണെങ്കിൽ പോലും അതും
അതിൻ്റെ പ്രായമെത്തുമ്പോൾ നമുക്കതിനെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഈ ഒരു സിസ്റ്റം വഴി കിഴങ്ങ് വർഗ്ഗ വിളകൾ ഒഴികെയുള്ള മറ്റെല്ലാ വിളകളും നമുക്ക് വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ തക്കാളി, വഴുതന, മുളക് തുടങ്ങിയ ഒരേ കുടുംബത്തിൽ വരുന്ന ചില ചെടികൾക്ക് വാട്ടരോഗം വളരെ അധികം കണ്ടുവരുന്നൊരു അതാണ്. ഈ ഒരു സിസ്റ്റത്തിൽ മണ്ണിൻ്റെ അംശം ഇല്ലാത്തതുകൊണ്ട് തന്നെ, അല്ല മണ്ണ് തൊടാത്തത് കൊണ്ട് തന്നെ വാട്ടരോഗം എന്നുള്ള ഒരു രോഗസ്ഥിതി ഈ ചെടികൾക്ക് ഉണ്ടാവുന്നില്ല. വേറൊരു കാര്യമുള്ളത്, നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണോ അവർക്ക് താല്പര്യമുള്ളത് അത് മാത്രം നമുക്ക് ഈ ഓരോ സിസ്റ്റം വഴി, ഒരു ചെറിയ സിസ്റ്റം ആണെങ്കിൽ പോലും അതിൽ പല ടാങ്കുകൾ നിർമ്മിച്ച് നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ്. കൂടാതെ മണ്ണിന് പകരം ഗ്രാവൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിലൂടെയുള്ള രോഗകീടബാധകൾ ചെടികൾക്കുണ്ടാകില്ല. ഏത് കാലാവസ്ഥയും അക്വാപോണിക്സ് കൃഷിക്ക് അനുയോജ്യവുമാണ്. 100% ജൈവ കൃഷിയാണിത്. അതായത് രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാൻ ഇതിൽ സാധ്യമല്ല. തന്നെയുമല്ല, മണ്ണിന്റെ പോലും ഉപയോഗമില്ലാത്തതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും മണ്ണിൽ നിന്ന് പോലും ചെടികൾക്കുണ്ടാകില്ല. കൂടാതെ പച്ചക്കറിയോടൊപ്പം മത്സ്യകൃഷി കൂടി നടക്കുമെന്നതും മണ്ണിൽ ചെയ്യുന്നതിലേറെ വളർച്ചയും വിളവും ഈ സംവിധാനത്തിൽ ലഭിക്കുമെന്നതും എടുത്തു പറയേണ്ട ഗുണങ്ങൾ തന്നെയാണ്. ഈ ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായ മൂലകങ്ങൾ മത്സ്യങ്ങളുടെ വിസർജ്യങ്ങളിലൂടെ ലഭിക്കുകയും ചെയ്യും. അതേസമയം ചില പരിമിതികളും അക്വാപോണിക്സ് സംവിധാനത്തിനുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. വൈദ്യുതി ഇല്ലാത്തപ്പോൾ വെള്ളത്തിന്റെ പമ്പിംഗ് നടക്കില്ല. കൂടാതെ ടാങ്കിലെ പവർ ഹെഡ് വർക്ക് ചെയ്യാതിരുന്നാൽ അത് ടാങ്കിലെ എയറേഷനെ ബാധിക്കും. പമ്പിംഗ് നടക്കാതെ ഗ്രാവൽ ബെഡ് ഉണങ്ങിയാൽ ചെടികൾ കരിഞ്ഞു പോകും. മറ്റൊന്ന്, സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലം വേണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ചെടികൾക്ക് മുരടിപ്പും കീടബാധയും വർദ്ധിക്കാം. അക്വാപോണിക്സ് കൃഷിരീതിയുടെ ഗുണങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള കർഷകനാണ് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിലുള്ള ബിനോയ് മേപ്പള്ളിൽ. ഇദ്ദേഹത്തിന്റെ കൃഷിയും അനുഭവങ്ങളും അറിയാം ഇനി. അക്വാപോണിക്സ് സംവിധാനം ഉണ്ടാക്കാനായി 2 റിങ്ങുകളിലായി പാക്കു എന്ന മത്സ്യത്തെയാണ് ബിനോയ് ഇവിടെ വളർത്തിയിരിക്കുന്നത്. റിങ്ങിന് മുകളിലായി പ്ലാസ്റ്റിക് ഡ്രം 2ആയി മുറിച്ചെടുത്ത് അതിനുള്ളിൽ മെറ്റൽ നിറച്ചാണ് ബെഡ് ഒരുക്കിയിരിക്കുന്നത്. തക്കാളി, ചീര, മുളക്, വെണ്ട തുടങ്ങിയ പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. സാധാരണ കൃഷിരീതിയെ അപേക്ഷിച്ച് അല്പം ചെലവ് കൂടുമെങ്കിലും ഗുണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ആദ്യ പ്രാവശ്യം എനിക്ക് 240-250 തക്കാളി, നല്ല വലിപ്പമുള്ള തക്കാളി കിട്ടി. ടേസ്റ്റും ഭയങ്കര കൂടുതലായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു തക്കാളിക്ക്. സാമ്പത്തിക ലാഭം നോക്കി കഴിഞ്ഞാൽ കുറവാണ്. അത് ഇപ്പോൾ 1 കിലോ തക്കാളിക്ക് മാർക്കറ്റിൽ 20 രൂപയ്ക്ക് അല്ലെങ്കിൽ 30 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഇത് അതിലും കൂടുതൽ എക്സ്പെൻസ് ആവുന്നുണ്ട്. പക്ഷേ എങ്കിലും രാസവളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്നും ഇത് കണ്ടുകൊണ്ട് കൃഷി ചെയ്യുന്നതിനാൽ നല്ലൊരു തൃപ്തിയുണ്ട്. അക്വാപോണിക്സ് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സാങ്കേതിക പിന്തുണയും സഹായവും ഓരോ ജില്ലകളിലുമുള്ള കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളിലൂടെയോ ആത്മയിലൂടെയോ കൃഷിഭവനുകൾ വഴിയോ ഇന്ന് ലഭ്യമാണ്. ഈ പ്രോഗ്രാമിൽ വന്ന കർഷകരുടെയും കൃഷി വിദഗ്ധരുടെയും ബന്ധപ്പെടേണ്ട വിലാസങ്ങൾ ഇനി പറയുന്നു. തമ്പി മാത്യൂസ്, പള്ളത്തട്ടയിൽ വീട്, മുളന്തുരുത്തി, എറണാകുളം. ഫോൺ 9447873676. സജിത്, കൃഷി അസിസ്റ്റന്റ്, കിഴക്കമ്പലം കൃഷിഭവൻ, കിഴക്കമ്പലം, എറണാകുളം. ഫോൺ 9747384951. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9747384951. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു അടുക്കളത്തോട്ടം. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിക്കടുത്ത് തലക്കോടുള്ള മുരീക്കൽ വീട്ടിൽ പൗലോസും ഭാര്യ മോളമ്മയും ജൈവ കൃഷി എന്ന ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ട് കൃഷിയിലേക്ക് ഇറങ്ങിയവരല്ല. കുടുംബമായി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതമാർഗമായി കൃഷിയൊപ്പം കൂട്ടിയവരാണ്. പിന്നീട് രണ്ടുപേരും ജോലിക്കാരായി ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി.
പക്ഷേ വിടാതെ കൂടെ കൂട്ടിയ ഒന്നുണ്ട്, ജൈവ പച്ചക്കറി കൃഷി. ഇവരുടെ കൃഷിത്തോട്ടത്തിലേക്കാണ് ഇനി. കുടുംബ വീട്ടിൽ നിന്നു മാറി വേറെ താമസം തുടങ്ങിയപ്പോൾ കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും പരിമിതമായെങ്കിലും കൃഷിയെ ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല പൗലോസിനും മോളമ്മയ്ക്കും. വീടിരിക്കുന്ന 24 സെന്റ് സ്ഥലമേ ആകെയുള്ളൂ എങ്കിലും അതിവർക്ക് ധാരാളമായിരുന്നു. മക്കളുടെ പഠനത്തിരക്കുകളും സ്വകാര്യ സ്ഥാപനത്തിൽ ഷിഫ്റ്റ് അനുസരിച്ചുള്ള രണ്ടുപേരുടെയും ജോലിയുമൊക്കെ ജീവിതത്തെ തിരക്കു നിറഞ്ഞതാക്കിയെങ്കിലും കൃഷിയില്ലാതെ ഒരു ജീവിതം ഇവർക്ക് അസാധ്യമായിരുന്നു. ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് തോന്നാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പം മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളിലെല്ലാം വിഷാംശം അടങ്ങിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ജൈവ പച്ചക്കറി നമുക്ക് ഉൽപ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യവും നടക്കും, അത്യാവശ്യക്കാർക്ക് നമുക്ക് അയലങ്കാർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. പിന്നെ നമുക്കിത് ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം, ഇത് ഉണ്ടാക്കി പറിച്ച് അത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം, അതൊക്കെ ഇതിനകത്ത് നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്ന വഴിയും മുറ്റത്തിനു വേണ്ടിയുള്ള അല്പം സ്ഥലവും ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ഇവരുടെ കൃഷികളാണ്. ൂറ്റി ബാഗുകളിലാണ് പ്രധാനമായും വിളകൾ പിടിപ്പിച്ചിരിക്കുന്നത്. വള്ളിപ്പയർ, തടപ്പയർ, പാവൽ, ചെരങ്ങ, വെണ്ട, തക്കാളി, പച്ചമുളക്, കാബേജ്, കോളിഫ്ലവർ, ചീര, കോവൽ, ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, കപ്പ, പപ്പായ, മല്ലി, വഴുതന തുടങ്ങി വാഴ വരെ ഈ കൊച്ചു പുരയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ചെയ്യുന്ന പച്ചക്കറികളിൽ നിന്നു തന്നെ വിത്തെടുത്താണ് അടുത്ത പ്രാവശ്യത്തെ കൃഷി നടത്തുന്നത്. ഗ്രോ ബാഗിനു പകരം അല്പം കൂടി കട്ടി കൂടിയ പ്ലാസ്റ്റിക് ബാഗാണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അസംസ്കൃത വസ്തുക്കൾ എത്തുന്ന ബാഗുകളാണ് ഇവ. കഴുകി വൃത്തിയാക്കിയ ബാഗുകളുടെ അടിഭാഗം കെട്ടിയ ശേഷം മറിച്ചിടുന്നു. പിന്നീട് ബാഗിൽ മണ്ണു നിറയ്ക്കുമ്പോൾ ബാഗ് കൃത്യമായ ഒരു സിലിണ്ടർ ഷേപ്പിലാകും. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിളവ് ഈ ബാഗിന്റെ ഉപയോഗത്തിലൂടെ കിട്ടുന്നുണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം. തന്നെയുമല്ല, ഇത്തരം ബാഗുകൾ 10 പ്രാവശ്യമെങ്കിലും കൃഷിക്ക് വേണ്ടി പുനരുപയോഗിക്കാൻ കഴിയും എന്ന നേട്ടവുമുണ്ട്. നമ്മൾ മണ്ണിറക്കി ഗ്രാവൽ ഇറക്കിയിട്ട് അതിൻ്റെ വലിയ കല്ലും കൊട്ടയൊക്കെ മാറ്റി അത് നമ്മൾ കുമ്മായം ഇട്ട് കൊത്തി ഇളക്കി കൂട്ടിയിടും. ഒരാഴ്ച കിടന്നതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ, കോഴിക്കാട്ടം എല്ലാം കൂടെ കൂട്ടി, പിന്നെ ചായപ്പൊടിയുടെ പിണ്ടം, ചായ അടിച്ചതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് എല്ലാം കൂടെ അതിനകത്ത് കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ മൂടിയിട്ടേക്കും. ഇട്ട് കഴിഞ്ഞ് നമ്മൾ കവർ എല്ലാം ആയി സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ബാഗുകൾ നിറച്ച് അതിനകത്ത്
വിത്തുകൾ ഇടും. വിത്തിട്ട് മുളച്ച് വന്നു കഴിയുമ്പോൾ അത് കുറച്ച് അങ്ങ് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിന് വളങ്ങൾ, ജൈവവളങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് വളർന്ന് ഒരുവിധമായി വന്നു കഴിയുമ്പോൾ നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്ക് കലക്കി ഒഴിച്ചു കൊടുക്കും. രാസവളങ്ങൾ അല്പം പോലും ഉപയോഗിക്കാതെയും രാസകീടനാശിനി പ്രയോഗിക്കാതെയുമാണ് പൗലോസിന്റെയും മോളമ്മയുടെയും കൃഷി. കീടനിയന്ത്രണത്തിന് നാടൻ രീതികൾ ഫലപ്രദമാണെന്നാണ് ഇവരുടെ അഭിപ്രായം. പുകയില കഷായമാണ് മെയിനായിട്ടും നമ്മൾ കൊടുക്കുന്നത്. പുകയില നമ്മൾ കൊത്തിയരിഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം നമ്മൾ 501 ഒരു ബാർ സോപ്പ് ഇട്ട് കലക്കി മൂടി വച്ചിരിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ കീടനാശിനികളുള്ള ഭാഗത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കഞ്ഞിയുടെ വെള്ളം വളിച്ചത് അതിനകത്ത് നമ്മൾ ചാരം കലക്കി തളിച്ചു കൊടുക്കും. രാവിലെയോ വൈകുന്നേരമോ ആവട്ടെ, അല്പസമയം കിട്ടിയാൽ പൗലോസും മോളമ്മയും മക്കളും ഈ പച്ചക്കറി കൃഷിത്തോട്ടത്തിലുണ്ടാകും. അവരുടെ സന്തോഷവും ഹോബിയുമെല്ലാം ഈ കൊച്ചു കൃഷിയെ പരിപാലിക്കുന്നതാണ്. ഉള്ള സമയം ഞങ്ങൾ വെറുതെ കളയാറേ ഇല്ല. കമ്പനിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് കയറുന്ന സമയം ഞാനായിരിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. ആ ഉള്ള സമയം നമ്മൾ നനയ്ക്കും, ചേട്ടനുള്ള സമയം ചേട്ടൻ നോക്കും. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കി, പിള്ളേരാണ് അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരും ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അങ്ങനെ തോന്നാറില്ല. വീടിനു വേണ്ടിയുള്ള പച്ചക്കറികൾ മാത്രമല്ല, പുറത്ത് വിൽപ്പനയ്ക്ക് വേണ്ട വിളവും ലഭിക്കും ഈ കൃഷിയിടത്തിൽ നിന്ന്. സ്ഥലപരിമിതിയും സമയപരിമിതിയും ഒന്നും ഒരു തടസ്സമല്ല വിഷരഹിത പച്ചക്കറി കൃഷിക്ക് എന്ന് തെളിയിച്ചിരിക്കുന്നു ഈ കുടുംബം. വീടിന്റെ മുറ്റത്ത് ഒരു ഗാർഡൻ ക്രമീകരിക്കുന്നത് പോലെ എത്ര മനോഹരമായിട്ടാണല്ലേ ഇവർ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. ഇവരുടെ കൃഷി രീതി നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ, ഇവരെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബന്ധപ്പെടേണ്ട വിലാസം: MM പൗലോസ്, മുരീക്കൽ വീട്, തലക്കോട് PO, മുളന്തുരുത്തി, എറണാകുളം. ഫോൺ നമ്പർ 9746338989. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9746338989. നാട്ടുവച്ച എന്ന പ്രോഗ്രാമിന്റെ വളർച്ചയും വിജയവും ഒക്കെ നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ടാണ്. വിമർശനങ്ങൾ അടക്കം ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, നാട്ടുവച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുവച്ചയുടെ മുൻ അധ്യായങ്ങൾ യൂട്യൂബിലും www.manoramanews.com കാണാം. പുതിയ കൃഷി വിശേഷങ്ങളുമായി നാട്ടുവച്ചയിലൂടെ വീണ്ടും അടുത്തയാഴ്ച കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.